ഇതിങ്ങനെ ഓരോന്നായിട്ട് ഓർമ്മിപ്പിക്കണം. വിലക്കയറ്റത്തെക്കുറിച്ചിട്ട്, സർക്കാരിന്റെ കൊള്ളയെക്കുറിച്ചിട്ട്, സകലമാന നികുതി ഭീകരതയെക്കുറിച്ചിട്ടൊക്കെ പറയണം. നമ്മളെയൊക്കെ 9.5 കൊല്ലം കൊള്ളയടിച്ച് മടുത്ത സർക്കാർ ഇപ്പൊ എന്താ ചെയ്യണമെന്നറിയോ? ശബരിമല ശാസ്താവിന്റെ സ്വർണ്ണപ്പാളി കടത്തുക, എന്നിട്ട് അത് 6 കൊല്ലക്കാലം മൂടി വെക്കുക. ഇപ്പൊ CPM നേതാക്കന്മാരൊക്കെ ജയിലിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസിന്റെ നേതാക്കന്മാര് കേരളത്തിന്റെ നിയമസഭയിലേക്ക് വരുന്ന കാഴ്ച കാണണമെങ്കിൽ നമ്മൾ മഞ്ഞപ്പുറ പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ 14 സ്ഥാനാർത്ഥികളും വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചു വരണം. പ്രതിപക്ഷമില്ലാത്ത രീതിയിൽ വിജയിച്ചു വരണം. ഞാനിവിടെ വന്ന് സംസാരിക്കുന്ന ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് 66,000 വോട്ടർമാരുണ്ട്. 6 പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളുണ്ട്, 6 പഞ്ചായത്ത് ഏരിയകൾ വരുന്നുണ്ട്. അപ്പൊ എല്ലാ ഭാഗത്തും നമുക്ക് എത്തിപ്പെടാനൊന്നും പറ്റില്ല. അപ്പൊ നിങ്ങളോട് ചോദിക്കും ആരാ ജിൻഡോ ജോൺ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം എനിക്കറിയാം, എനിക്ക് പരിചയമുള്ള ആളാണ് എന്ന് പറയും, അല്ലേ? അതിനേക്കാൾ അപ്പുറം നിങ്ങൾ പറയേണ്ടത് ഞാൻ തന്നെയാണെന്ന് പറയണം. ഞാൻ തന്നെയാണെന്ന് പറയണം. നമ്മൾ എല്ലാവരും പറയണം എൻ്റെ ചിഹ്നം കൈപ്പത്തിയ, എൻ്റെ ചിഹ്നം കണ്ടിട്ട് എൻ്റെ പാർട്ടിയാണിത്, വോട്ട് ചെയ്യാൻ പറയണം. എന്തിനെക്കുറിച്ചാണ് പറയണ്ടേ? നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ചിട്ട്. പണ്ട് കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് മുമ്പ് ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയെ കുറിച്ച് നമ്മൾ ഓർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്താ? ഇപ്പൊ ഇവിടെ റോജി എം ജോൺ പ്രസംഗിക്കുമ്പോൾ ഈ ശർമ്മയുടെ കഥ പറയുമ്പോഴാണ് ഞാൻ നോക്കി ആകാശത്തോടെ വിമാനം പോകുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? പണ്ട് കരുണാകരൻ കണ്ടെന്ന് കത്തി വിമാനത്താവളം കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഈ വിമാനം ഇതിൽ പോകൂല, അല്ലേ? ഉമ്മൻചാണ്ടി നമ്മൾ ഓർക്കുന്ന മെട്രോ റെയില്, വിഴിഞ്ഞം തുറമുഖം, കണ്ണൂർ എയർപോർട്ട്, ഇത് മാത്രമല്ല ഉമ്മൻചാണ്ടി കൊടുക്കുന്നത്. ഹീമോഫീലിയ രോഗികൾക്ക് ചികിത്സാ സഹായം, കിടപ്പ് രോഗികൾക്ക് സാമ്പത്തിക സഹായം, അവരുടെ കൂട്ടിരിപ്പുകാർക്ക് കൂട്ടിരിക്കുമ്പോൾ തൊഴിൽ നഷ്ടപ്പെടുന്നതുകൊണ്ട് അവർക്ക് സാമ്പത്തിക സഹായം, ക്യാൻസർ രോഗികൾക്ക് സാമ്പത്തിക സഹായം, എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സാമ്പത്തിക സഹായം, കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ പദ്ധതി, ശ്രുതിതരംഗം പദ്ധതി, ഹൃദയം പദ്ധതി, ഇങ്ങനെ നിരവധിയായിട്ടുള്ള പദ്ധതി, വൻകിട വികസന പ്രവർത്തനങ്ങൾ, വികസന പദ്ധതികൾ എന്ന് പറഞ്ഞാൽ മെട്രോ അല്ലെങ്കിൽ വിഴിഞ്ഞം തുറമുഖം, വിമാനത്താവളം എന്നുള്ളതിനേക്കാൾ അപ്പുറം സർവ്വസാധാരണക്കാർക്കും അനുഭവവേദ്യമാകുന്ന, നേരിട്ട് മനസ്സിലാകുന്ന, അവരുടെ ജീവിതത്തിലേക്ക് നേരിട്ട് ഫീൽ ചെയ്യുന്ന വികസനം നടത്തിയ നേതാവിന്റെ പേര് ഉമ്മൻചാണ്ടി. പുതിയ തലമുറയിൽപ്പെട്ട ആളുകളുടെ മുമ്പിൽ, ചെറുപ്പക്കാരുടെ മുമ്പിൽ നമുക്ക് പറയാൻ പറ്റുന്ന കോൺഗ്രസിന്റെ ഒരു ജനനേതാവ്, ഒരു സാമൂഹ്യ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഉമ്മൻചാണ്ടിയാണ്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയെ പിണറായി വിജയനെ താരതമ്യം ചെയ്തിട്ട് വേണം തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് പോകാൻ. ഉമ്മൻചാണ്ടിയെ കുറിച്ച് പ്രസംഗിക്കണം, പിണറായി വിജയനെ ചൂണ്ടിക്കാണിക്കണം. ഉമ്മൻചാണ്ടി കീറിത്തുന്നിയ ഒരു കതർ കുപ്പായത്തിനകത്ത് ഒരു ചെറിയ ഹൃദയവും വലിയ മനസ്സും, അതിനകത്തേക്ക് ലക്ഷക്കണക്കിന് മനുഷ്യരെ ചേർത്ത് നിർത്താൻ പറ്റിയത് ആ മനുഷ്യൻ കോൺഗ്രസ്സുകാരനായതുകൊണ്ടാണ്. അടുത്ത് വന്ന ഒരാളോട് മാറി നിൽക്കുന്ന, കടക്ക് പുറത്തൊന്നും ഇരിക്കുക അവിടെ നിന്നും ആക്രോശിച്ചത് ഒരിക്കലും കേട്ടിട്ടില്ല. നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇന്ന് പിണറായി വിജയന്റെ അടുത്ത് നിങ്ങൾക്ക് ഒരു പരാതി പറയാൻ പറ്റുമോ? ഒരു പരാതിയും പറയാൻ പറ്റില്ല.